dears, welcome to Achus design. ഇന്ന് നമ്മൾ കോട്ടൻ്റെ ഫാബ്രിക്കിൽ നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിനിടെ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 2 കളർ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം തന്നെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ വന്നിട്ട് നമുക്ക് സൺഫ്ലവറിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സൺഫ്ലവറിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മൾ ഈ ഒരു ഡിസൈനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ഹാഫ് പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഹാഫ് പോർഷനുള്ള ഭാഗമെല്ലാം നമ്മൾ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ സൺഫ്ലവറിൻ്റെ പാറ്റേൺസൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. ബേസിക് സ്റ്റിച്ചാണിത്. ഫ്രഞ്ച് നോട്ടും അതുപോലെ തന്നെ ലേസി ഡേസി സ്റ്റിച്ചും രണ്ടും ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചസാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ത്രെഡ് ഇതുപോലെ എടുത്തിട്ട് 2 പ്രാവശ്യം നീഡിലിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പതിയെ താഴേക്കൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഞാനിവിടെ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഫ്രഞ്ച് നോട്ടൊക്കെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ത്രെഡിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതിയാകും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കി നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഫൈനലാവാറായിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ആ ഒരു ഫുൾ ഭാഗം, ആ ഒരു ഹാഫ് പോർഷനുള്ള ഫുൾ ഭാഗം നമുക്കൊന്ന് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യുന്നത് നമുക്കതിന് പെറ്റൽസാണ് ചെയ്ത് കൊടുക്കുന്നത്. ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ബേസിക്സ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ ഈ 2 സ്റ്റിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈനകത്ത് വരുന്നുള്ളൂ. വേറെ നമുക്ക് എന്താ പറയുക, ബീഡ്സ് വർക്കോ അങ്ങനെ ഒന്നും നമുക്ക് ഈ ഒരു ഡിസൈനകത്ത് വരുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു ഹാഫ് പോർഷൻ ഉണ്ടല്ലോ, ആ ഹാഫ് പോർഷനിൽ നമുക്ക് ഇതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോ ഫ്ലവേഴ്സിൻ്റെയും താഴെയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലും ചെറുതായിട്ട് മതിയെങ്കിൽ ചെറുതായിട്ടുള്ള ഹാഫ് പോർഷൻ എടുക്കുക, റൗണ്ട് സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഹാഫായിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ മെറ്റീരിയലിലേക്ക് വരച്ചു കൊടുത്താൽ മതി, ട്രേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാവേ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണിത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ. താങ്ക് യു.